ഒറിജിൻ ഓഫ് ലൈഫ് ഫോംസ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് എർത്ത് എങ്ങനെയാണ് ഉണ്ടായെന്ന് മനസ്സിലാവും. ആദ്യം നമ്മൾ പറയുന്നത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. എങ്ങനെയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തത്? സോ യൂണിവേഴ്സ് ഫോം ചെയ്തതിന് പ്രപ്പോസ് ചെയ്ത തിയറിയാണ് ബിഗ് ബാങ് തിയറി. സോ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ സംബന്ധിച്ചുള്ളതാണ്. സോ എങ്ങനെയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ബിഗ് ബാങ് തിയറി. സോ ബിഗ് ബാങ് തിയറി ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നത് 20 ബില്യൺ ഇയേഴ്സ് എഗോ. 20 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഈ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 crore, 100 കോടിയാണ് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ. സോ അതേപോലെ 20 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് യൂണിവേഴ്സ് ഫോം ചെയ്തത് എന്ന് പറയപ്പെടുന്നു. സോ അതൊരു എക്സ്പ്ലോസീവ് ബിഗിനിങ് ആണ്. നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്തത് ഒരു വലിയൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള രീതിയിലാണ്. സോ അതിനെ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സ് ഫോം ചെയ്തതിന് തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വഴിയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തത്. സോ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ അത് നടന്നത് എവിടെയാണ്? ഒരു ഡെൻസ് എൻറ്റിറ്റിയിലാണ്. സോ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഒരു ഡെൻസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്മിക് മെറ്റീരിയൽ, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോസ്മിക് മെറ്റീരിയൽ, അതാണ് നമ്മൾ പറയുന്ന ഡെൻസ് എൻറ്റിറ്റി. അതിൽ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വഴിയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തത്. സോ ഈ ഡെൻസ് എൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോസ്മിക് മെറ്റീരിയൽ, ഭയങ്കര ചുട്ടുപഴുത്ത് ഉള്ള ഒരു ഇതുപോലെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോസ്മിക് മെറ്റീരിയൽ അത് സഡൻലി എക്സ്പാൻഡഡ്, പെട്ടെന്ന് ആ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോസ്മിക് മെറ്റീരിയൽ പെട്ടെന്ന് എന്ത് ചെയ്തു? എക്സ്പ്ലോഡ് ചെയ്തു, പൊട്ടിത്തെറിച്ചു. എങ്ങനെ? ഒരു ബിഗ് വേല്. സോ പെട്ടെന്ന് ആ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ കോസ്മിക് മെറ്റീരിയൽ പെട്ടെന്ന് എന്ത് ചെയ്തു? പൊട്ടിത്തെറിച്ചു, എക്സ്പ്ലോഡ് ചെയ്തു. ഇൻ എ ബിഗ് വേ, വലിയ ഇതോടുകൂടി എക്സ്പ്ലോഡ് ചെയ്തു. അതിനുശേഷം അത് എക്സ്പാൻഡഡ് ആയി, അതിങ്ങനെ പൊട്ടിത്തെറിച്ച് എക്സ്പ്ലോർഡായിട്ട് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു, ഒരുപാട് വികസിച്ചു. അതിനുശേഷം അത് വികസിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ കുറഞ്ഞു, അവിടെയുള്ള ടെമ്പറേച്ചർ താഴാൻ തുടങ്ങി, ടെമ്പറേച്ചർ കെയിം ഡൗൺ. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഹൈഡ്രജൻ, ഹീലിയം പോലത്തെ ഗ്യാസുകൾ ഫോം ചെയ്തു. അതിനുശേഷം ഹൈഡ്രജൻ, ഹീലിയം പോലത്തെ ഗ്യാസുകൾ ഫോം ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു? അതിനുശേഷം അവിടെ ഗ്രാവിറ്റേഷൻ്റെ ഫലമായി അവിടെ ഡെവലപ്പ് ചെയ്ത ആ ഗ്രാവിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഗ്യാസുകൾ, അവിടെ ഏതൊക്കെ ഗ്യാസുകളാണ് ഫോം ചെയ്തത് ആ ഗ്യാസുകൾ കണ്ടൻസ് ചെയ്തു. കണ്ടൻസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ്, ഈ ഗ്യാസുകൾ തമ്മിൽ കണ്ടൻസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഗാലക്സികളായി രൂപപ്പെട്ടു. ഇങ്ങനെയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തതെന്ന് പറയപ്പെടുന്നു. സോ ഇതൊരു നമ്മുടെ കോസ്മിക് മെറ്റീരിയലിൽ നടക്കുന്ന ഒരു എക്സ്പ്ലോഷൻ, കോസ്മിക് മെറ്റീരിയൽ നടക്കുന്ന എക്സ്പ്ലോഷനാണ് നമ്മൾ പറയുന്ന ബിഗ് ബാങ് തിയറി. സോ ബിഗ് ബാങ് തിയറി പറയുന്നത് ഒരു തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വഴിയാണ് യൂണിവേഴ്സ് ഫോം ചെയ്ത്. ആ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്നത് ഒരു ഡെൻസ് എൻറ്റിറ്റി, അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്മിക് മെറ്റീരിയലിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ട് പെട്ടെന്ന് എക്സ്പ്ലോഷൻ നടന്ന് അതൊരു ബിഗ് വേൽ, വലിയ രീതിയിൽ അത് എക്സ്പ്ലോഷൻ നടന്ന് അത് എക്സ്പാൻഡ് ചെയ്തു. ആ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ താഴാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി, ടെമ്പറേച്ചർ കെയിം ഡൗൺ. അതിനുശേഷം ആ വലിയ പൊട്ടിത്തെറിക്ക് ശേഷം ആ ടെമ്പറേച്ചർ കുറഞ്ഞു. അതിനുശേഷം ഹൈഡ്രജൻ, ഹീലിയം പോലത്തെ ഗ്യാസുകൾ ഫോം ചെയ്തു. പിന്നീട് ഗ്രാവിറ്റേഷൻ്റെ ഫലമായി ഈ ഫോം ചെയ്ത ഗ്യാസുകൾ എന്ത് ചെയ്തു? കണ്ടൻസ് ചെയ്ത് ഗാലക്സികളായി രൂപപ്പെട്ടു, ആ ഗാലക്സികളായിട്ട് രൂപപ്പെട്ടു. സോ എന്താണ് ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഗാലക്സി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് 10 മില്യൺ സ്റ്റാർ, 10 മില്യൺ സ്റ്റാർ, പിന്നെ ക്ലൗഡ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ്, ഇതൊക്കെ അടങ്ങിയതാണ് ഈ പറഞ്ഞ ഗാലക്സി. ആ സമൂഹം എന്ന് പറയുന്നത് ഗാലക്സി എന്ന് പറയുന്നത് 10 മില്യൺ സ്റ്റാറുകളും, 10 മില്യൺ സ്റ്റാറുകളും ക്ലൗഡ്സ് ഓഫ് ഗ്യാസും ഡസ്റ്റും അടങ്ങിയതാണ്. സ്റ്റാറുകളും അതുപോലെ ഗ്യാസുകളും അതുപോലെ അതിൻ്റെ ക്ലൗഡ് ഫോമുള്ള കുറേ ഗ്യാസുകളും ഡസ്റ്റുകളും അതുപോലെ 10,000 മില്യൺ സ്റ്റാറുകളും അടങ്ങിയതാണ് ഒരു ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കോസ്മോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ യൂണിവേഴ്സിൽ ഒരു ഹ്യൂജ് ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് തന്നെയുണ്ട്, ഒരുപാട് ഗാലക്സീസ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി
ഒരു 1,00,000,000,000 ഗാലക്സികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1,00,000,000,000 ഗാലക്സികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. സോ നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നതിൽ ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ, നമ്മുടെ ഗാലക്സിയാണ് ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി. നമ്മുടെ എർത്ത് ഈ ഗാലക്സിയിലാണുള്ളത്. ഈ ഗാലക്സികൾ കോസ്മോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ ഗാലക്സികൾ ഒന്നിൽ നിന്ന് മൂവ് ചെയ്യുന്നു. സോ എല്ലാ ഗാലക്സീസും ഈ ഒന്നിൽ നിന്ന് മൂവ് അവേ ഫ്രം വൺ അനദർ. ഓൾ ദ ഗാലക്സീസ് മൂവ് അവേ ഫ്രം വൺ അനദർ. ഒരു ഗാലക്സി മറ്റൊരു ഗാലക്സിയിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു വളരെയധികം ഗ്രേറ്റർ സ്പീഡിൽ, വലിയ സ്പീഡിലാണ് ഒരു ഗാലക്സി മറ്റൊരു ഗാലക്സിയിൽ നിന്ന് മൂവ് ചെയ്യുന്നത്. ആ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശവർഷം. സോ ഈ പറഞ്ഞ ലൈറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് ഓൾമോസ്റ്റ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ സ്പീഡിന് തുല്യമായ വേഗതയിലാണ് എല്ലാ ഗാലക്സികളും ഒന്നിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സോ ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് ലൈറ്റ് ഇയേഴ്സ് വെച്ചാണ്. ലൈറ്റിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് ലൈറ്റ് ഇയേഴ്സ്, പ്രകാശവർഷം വെച്ചിട്ടാണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. 9.46 × 10⁻12 കിലോമീറ്റർ ആണ് നമ്മൾ പറയുന്ന ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഗാലക്സികളിൽ, ഈ പറഞ്ഞ ഗാലക്സികൾ നമ്മൾ പറഞ്ഞ 10,000 മില്യൺ സ്റ്റാറുകളും ക്ലൗഡ്സ് ഓഫ് ഗ്യാസ് ഡസ്റ്റ് അടങ്ങിയതാണ് ഗാലക്സി. അതുപോലെ നമുക്കൊരു 1,00,000,000,000 ഗാലക്സി ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ പറഞ്ഞ ഗാലക്സികൾ തമ്മിൽ ഒന്നിൽ നിന്ന് മൂവ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണോ അതുപോലെ ഈക്വലൻ്റ് ആയിട്ടാണ് ഈ ഗാലക്സികൾ മൂവ് ചെയ്യുന്നത്. സോ നമ്മുടെ ഗാലക്സിയാണ് ആകാശഗംഗ. ഈ പറഞ്ഞ ഗാലക്സികൾ എന്ത് ചെയ്യുന്നു? സ്റ്റാറുകളുണ്ട്, ഒരുപാട് സ്റ്റാറുകളുണ്ട്. ഈ സ്റ്റാറുകൾ ബോൺ ചെയ്യുന്നു, ഡൈ ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാറുകൾ ബോൺ ചെയ്യുന്നു, ഡൈ ചെയ്യുന്നു, ഉണ്ടാകുന്നു, ഇല്ലാണ്ടാകുന്നു, ഉണ്ടാകുന്നു, ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗാലക്സികളിൽ സ്റ്റാർസ് ബോൺ ആൻഡ് ഡൈ. ഇനി നമ്മൾ സ്റ്റെല്ലാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാനറ്റിലും സ്റ്റാറിൻ്റെയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസുകളെയാണ് നമ്മൾ സ്റ്റെല്ലാർ ഡിസ്റ്റൻസ് പറയും. ഈ സ്റ്റെല്ലാർ ഡിസ്റ്റൻസിനെയും മെഷർ ചെയ്യുന്നത് ലൈറ്റ് ഇയേഴ്സ് വെച്ചിട്ടാണ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗാലക്സി പറഞ്ഞു ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ. ഇതാണ് നമ്മുടെ ഗാലക്സി. സോ നമ്മുടെ ഗാലക്സിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണപ്പെടുന്നത്, നമ്മളിപ്പോൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ അവിടെ കാണപ്പെടുന്ന എല്ലാ സ്റ്റാറുകളും എന്താണ്? നമ്മുടെ ഗാലക്സിയിലുള്ള സ്റ്റാറുകളാണ് നമുക്ക്. അതായത് നമ്മുടെ മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗയിൽ കാണപ്പെടുന്ന ഈ സ്റ്റാറുകളാണ് നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണപ്പെടുന്നതൊക്കെ ഉണ്ട്. എല്ലാ സ്റ്റാറും, ഏത് സ്റ്റാറും നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഏത് സ്റ്റാറും എന്താണ്? നമ്മുടെ ഗാലക്സിയിൽ ബിലോങ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സ്റ്റാറുകൾ കാണുന്നു. അപ്പോൾ ഈ സ്റ്റാറിൽ നിന്ന് വരുന്ന സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റാണ് നമുക്ക് സ്റ്റാർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആകാശത്തേക്ക് നോക്കുമ്പോൾ. സോ ഈ സ്റ്റാർ ലൈറ്റ് അത് നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർ ലൈറ്റിനെ പറയുന്നത്, സ്റ്റാർ ലൈറ്റ് എമിറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റാർ ലൈറ്റിൻ്റെ ആ ജേണി തുടങ്ങുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക്, മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴയതും, അതുപോലെ അവരുടെ ദൂരം എന്ന് പറയുന്നത് ട്രില്യൺസ് ഓഫ് കിലോമീറ്റർ ദൂരം കൊണ്ടും അതുപോലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് വർഷം കൊണ്ടും സഞ്ചരിച്ചു കൊണ്ടാണ് നമ്മുടെ കണ്ണുകളിൽ ഈ സ്റ്റാറിൻ്റെ ലൈറ്റ് എത്തുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ലൈറ്റ് സ്റ്റാറിനെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ ലൈറ്റ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇത് നമ്മൾക്ക് സ്റ്റാറായെന്ന് തോന്നും. പക്ഷേ അവിടെ നിന്ന് വന്ന ആ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതല്ല. നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ കാണുന്ന സ്റ്റാറുകളൊന്നും ഇപ്പോൾ കാണുന്നവയല്ല. അതെന്താണ്? മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പും അതുപോലെ ട്രില്യൺസ് ഓഫ് കിലോമീറ്ററും സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളിൽ എത്തുന്ന സ്റ്റാറിനെയാണ്, ആ ലൈറ്റാണ് നമ്മൾ കാണുന്നത്. സോ ഇൻസ്റ്റൻ്റായിട്ട് കാണുന്നത് ഇപ്പോൾ ഉള്ളതല്ല. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത്രയും കിലോമീറ്ററുകൾ ദൂരം കൊണ്ട് സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റാറുകളെ കാണുന്നത്. സോ ആക്ച്വലി നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ എന്ന് കാണപ്പെടുന്നതൊക്കെ എന്താണ്? നമ്മളിപ്പോൾ അല്ല കാണുന്നത്, അത് നമ്മൾ പാസ്റ്റ് ഓൾറെഡി വന്ന ആ ഒരു സ്റ്റാറിൻ്റെ ലൈറ്റിനെയാണ് നമ്മൾ. സോ നമ്മൾ ആക്ച്വലി ഇപ്പോഴത്തെ അല്ല കാണുന്നത്, പീപ്പിംഗ് ഇൻ ടു ദ പാസ്റ്റിലേക്കാണ് നമ്മൾ ഒരു സ്റ്റാറിനെ നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ അതിന് ഒരു പാസ്റ്റ് സ്റ്റാറിനെയാണ് നമ്മൾ നോക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരുപാട് വർഷം, മില്യൺസ് ഓഫ് ഇയേഴ്സ് വർഷങ്ങൾ കൊണ്ടും ട്രില്യൺസ് ഓഫ് കിലോമീറ്റർ ദൂരം കൊണ്ടും സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആ സ്റ്റാർ കാണപ്പെടുന്നത്. സോ അത് ഒരുപാട് പഴക്കമുള്ള ഒരു സ്റ്റാർ, പാസ്റ്റിലുള്ള ഒരു സ്റ്റാറിനെയാണ് നമ്മൾ കാണുന്നത്.